ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇത് കണ്ടങ്ങൾ ഞങ്ങളെ വീട്ടിലത്തെ സാധനങ്ങൾ ഫുള്ള് പുറത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്തിനാന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവാണ് അല്ലേ നീനോ? ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാണ്, പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ സാധനങ്ങൾ ഫുള്ള് നമ്മളെ കാറിൽ തന്നെ കൊണ്ടുപോകണം കേട്ടോ. വരി കാണിച്ചു തരാം എങ്ങനെയാണ്. അങ്ങോട്ട് കൊണ്ടുപോകും അത് കാണിച്ചെടുക്കുക. കണ്ടോ, നമ്മളെ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം നല്ല സ്പേസാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ സാധനങ്ങൾ ഫുള്ള് തട്ടിക്കൊട്ടി സെറ്റാക്കിയിട്ട് വേണം കൊണ്ടുപോവാൻ. എങ്ങനെയെന്നൊന്നും ചോദിക്കണ്ട, സാധനങ്ങൾ ഫുഡ് ഞങ്ങൾ ഇതിൽ കൊള്ളിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീട്ടിലേക്ക് നേരെ പോകട്ടോ. കൊറേ സാധനങ്ങൾ വീട്ടിലുള്ളതൊക്കെ കൊയങ്ങി ഇത് ഫുള്ള് എടുത്ത് വെച്ചിട്ടല്ലേ. അതും 300-350 കിലോമീറ്റർ ഒക്കെ അല്ലേ 2 ദിവസമായിട്ട് ഓടുന്നത് ഡെയിലി. അപ്പൊ ഗൈസ്, നമ്മളെ ഈ ക്ഷീണം മാറാൻ കുറച്ചേരം AC യിലിരിക്കാം. എന്നിട്ട് നമുക്ക് നേരെ പുതിയ വീട്ടിലേക്ക് പോകട്ടോ. അപ്പൊ അവിടെ വെച്ചിട്ട് കാണാം. ബൈ. ഗൈസ്, അങ്ങനെ നമ്മളെ പുതിയ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ? സാധനം ഫുള്ള് ഇറക്കി വെക്കണം. തുടങ്ങിക്കോ. ഫുള്ള് കയറ്റി വെച്ച ഞാനല്ലേ ഇറക്കിട്ടോട് ഫുള്ള്. ഞങ്ങൾക്ക് ആകെ ഒരു വണ്ടി സാധനമുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഡ്രസ്സ് ഉണ്ടാവൂലേ വേറെ സാധനങ്ങളായിട്ട് ഇതേ ഉള്ളൂ. காணும் போது என் இதயம் துடிக்குது, கண்ணின் மின்னலால் நான் பூரிக்குது. உன் விழிகளில் கனவுகள் ஒவ்வொரு நாளும் வண்ணமாய் படிக்குது. ഇപ്പൊ നിങ്ങള് കരുതുണ്ടാവും ഒരു വണ്ടിയിൽ ഒതുങ്ങിയോ ഒരു പെരീത്ത സാധനങ്ങൾ ഒന്നില്ലേ. ശരിക്കും ഞങ്ങൾക്ക് കൊണ്ടുവന്നിക്കണ്. പിന്നെ ഞങ്ങൾക്കാകെ കുറച്ച് സാധനങ്ങൾ കിട്ടോ. ഞങ്ങളെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഞങ്ങൾക്കുള്ളൂ അല്ലേ. ഇനി ബാക്കി സാധനങ്ങളൊക്കെ പതുക്കെ വാങ്ങിട്ട് വേണം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ പുതിയ വീട് എന്ന് പറയുന്നത്. പുതിയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങി വീടുന്നല്ല കേട്ടോ, വാടകയ്ക്ക് തന്നെയാണ്. ഞങ്ങൾ ഒന്നും കൂടി സൗകര്യം നോക്കി മാറിയത് അല്ലേ നീനോ? വീട് എന്ന് പറഞ്ഞാൽ കുറെ ഫർണിച്ചർ ഇത് കണ്ടില്ലേ, ഇരിക്കുന്ന സെറ്റ് കണ്ടില്ലേ, കുറെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ രീതിയിൽ പള്ളി ബാങ്ക് സൗകര്യങ്ങളൊന്നും ഇല്ല അല്ലെ. ബാങ്ക് കേൾക്കില്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് പള്ളിയിട്ട് ഗൈസ്. അപ്പൊ നമുക്ക് ബാങ്ക് കേൾക്കാം. ആ ഒരു സൗകര്യം ഉണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. വീട് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ള പരാതികൾ പറയരുത്. കാരണം വീട് കാണിച്ചു തരാൻ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം അല്ലെ. ഹോം ടൂർ നടത്താം. ഇവിടെ തട്ടിക്കൂട്ട് പരിപാടി സാധനമൊക്കെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ട് റെഡിയാക്കാനുണ്ട്. ഒന്ന് അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കി എടുക്കണം. നെയ്നുവിന്റെ ഒരു വൃത്തിക്ക് അല്ലേ. അപ്പം അത്രയൊക്കെ തന്നെയുള്ള നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.